അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കുമെന്ന് തന്റെ നയം വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി. വെടിനിർത്തലിൽ മധ്യസ്ഥതയുടെ ആവശ്യമില്ലെന്നും കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പാകിസ്ഥാൻ വെടിയുതിർത്താൽ അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കുമെന്നും അതിന് സായുധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. US വൈസ് പ്രസിഡന്റ് JD വ്യാൻസുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥതയുടെ ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നുവെന്നും തിരിച്ചടി നൽകുമെന്ന നയം രഹസ്യമായിരുന്നില്ലെന്നും ഉന്നത സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വെടിയുണ്ടകൾക്ക് പീരങ്കി ഉപയോഗിച്ച് മറുപടി നൽകണമെന്ന് സൈന്യത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ ആക്രമണം നിർത്തിയാൽ ഇന്ത്യയെ നിർത്തും. അതേസമയം പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും. ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീതല കരാർ റദ്ദാക്കി വെക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ്. തിരിച്ചടി കനത്തതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തിയെന്നും ഉന്നത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമെന്ന് എയർ മാർഷൽ AK ഭാരതിയും പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. അജ്മൽ കസബിന്റെ പരിശീലന കേന്ദ്രവും തകർക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ പ്രതികരണം.